ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവലസ്ഥിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള അവലസ്ഥിരിയാണ് റെഡിയാക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം. ഉണ്ടാക്കിയിട്ട് നമുക്ക് തീ പോലും കത്തിക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവലസ്ഥിരി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ അവലിട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് അവലിട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും അവലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ആളുകൾ കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ അവലിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓമപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഓമപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരത്തിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം പഴം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴം നമ്മൾ എടുക്കുമ്പോൾ റോബസ്റ്റ പഴം തന്നെ എടുക്കണം. അതാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് റോബസ്റ്റ പഴം ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം ഓരോന്നും ഇതുപോലെ തൊലി അങ്ങ് കളഞ്ഞിട്ട് നമുക്കിതുപോലെ അങ്ങ് കനം കുറച്ചിട്ട് കട്ടി കുറച്ചിട്ട് അങ്ങ് ഇതിലേക്ക് അങ്ങ് നുറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ റോബസ്റ്റ പായം തന്നെ എടുക്കുക. അതാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്. അത് കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ 3 പായാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് ചെറിയ റോബസ്റ്റ പായാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 എടുക്കുന്നുണ്ട്. റോബസ്റ്റ പായൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് കൂടുന്തോറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള പലഹാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ നല്ലൊരു പലഹാരം തന്നെയാണ്. ആ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതൽ. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള പാലാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ എടുത്തിട്ടുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവലസ്ഥിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പാലൊഴിച്ച ഉടനെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ പാലിൽ കിടന്നിട്ട് അവലൊക്കെ കുതിർന്ന് വരുമ്പോൾ അപ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഇത് പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ പാലിൽ കിടന്നിട്ട് ഇത് കുതിർന്ന് നല്ലോണം പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കൊരു ടേസ്റ്റ് തോന്നില്ല. അപ്പം നമ്മളിതുപോലെ സെറ്റ് ചെയ്ത ഉടനെ തന്നെ പാല് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് റെഡിയാക്കിയിട്ട് കഴിച്ച് നോക്കണം. അപ്പോൾ നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി നമ്മുടെ അവിൽ ഇസ്തിരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.